നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈബ്രറി സയൻസ് നെറ്റ് എക്സാമിന്റെ പേപ്പർ 2-ലെ യൂണിറ്റ് 5 ആണ്. അതായത് ഓരോ യൂണിറ്റിനകത്തും സബായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 5-നകത്ത് ഇതുപോലെ തന്നെ എന്താണ് ഒരു 10 സെക്ഷൻസ് ഇതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ യൂണിറ്റ് 5-ലെ 10 സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് എന്താണ് സിലബസ് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. സിലബസ് എന്താണ്, അതിനകത്ത് കണ്ടന്റ് എന്താണെന്ന് മാത്രമാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാം സിലബസിനകത്ത് ഈ 10 പോർഷൻസിനകത്ത് ഏതൊക്കെയാണെന്നൊക്കെ. ആദ്യം സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കി യൂണിവേഴ്സ് ഓഫ് നോളജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് ഓഫ് നോളജ്? അതായത് ഈ നോളജിന്റെ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ്, അത് എത്രത്തോളം ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആണെങ്കിലും എക്സ്പ്രഷൻ ബേസ്ഡ് ആണെങ്കിലുള്ള എല്ലാ റെക്കോർഡഡ് ഇൻഫർമേഷൻ്റെയും ആ മൊത്തത്തിലുള്ള ആ ഒരു റെക്കോർഡഡ് ഇൻഫർമേഷൻ, ആ ഒരു ഇൻഫർമേഷൻസിനെയാണ് യൂണിവേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ നേച്ചറും ഇതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. അതിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സബ്ജക്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അതിനകത്ത് വരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു യൂണിവേഴ്സ് ഓഫ് നോളജ് എടുക്കുകയാണെങ്കിൽ അതിപ്പം ഡൈനാമിക് ആയിരിക്കും. അതൊരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് എന്താണ് ഒരു സ്റ്റാറ്റിക് ആയിട്ട് മാത്രം നിൽക്കത്തില്ല. അതിനെപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും, ഡൈനാമിക് ആയിരിക്കും, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിരിക്കും. ഒരിക്കലും ഏതെങ്കിലും ഒരു എന്താണ് ചെറിയ ഒരു നാരോ ആയിട്ട് ആയിരിക്കത്തില്ല ഇൻഫർമേഷൻ. അത് ബ്രോഡർ ആയിരിക്കും. അത് ഇത്രത്തോളം ഇൻഫിനിറ്റ് ആയിരിക്കും. ഒരുപാട് എന്താണ് അതിന് എക്സ്ട്രീമായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് പോയിന്റിൽ മാത്രമായിരിക്കത്തില്ല, ഇൻഫിനിറ്റ് ആയിട്ടായിരിക്കും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻ്റെ മറ്റൊരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കീപ്സ് ഗോയിങ് ഓർ ചേഞ്ചിങ് സ്ലോലി ഓവർ ടൈം. ഓക്കെ. അതായത് സമയത്തിനനുസരിച്ച് ഇതിന് മാറ്റം വന്നുകൊണ്ടിരിക്കും, എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ടൈമിനനുസരിച്ച് ഇതിന് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷനൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ മാത്രമായിരിക്കില്ല, ഒരുപാട് ഡയമെൻഷൻസ് ഈ പറയുന്ന നോളജിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് എന്താണ് സിസ്റ്റമാറ്റിക് ആയിരിക്കും, അത് ലോജിക്കൽ ആയിരിക്കും, അതിനൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട് ഏതൊക്കെ രീതിയിൽ ഫോം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് അടുത്ത സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലൂസ് അസംബ്ലേജ്. ലൂസ് അസംബ്ലേജ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റിലേഷൻ ആണ്, സബ്ജക്റ്റുകൾ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് സബ്ജക്ട് ടു കമ്പൈനിങ് ബേസിക് സബ്ജക്ട് വിത്ത് ഐസൊലേറ്റ് ഫാസറ്റ്. അതായത് ഒരു ബേസിക് സബ്ജക്റ്റ് എടുക്കുന്നു. ഇപ്പം നമ്മൾ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ബേസിക് സബ്ജക്റ്റ് എടുക്കുന്നു. ഈ ബേസിക് സബ്ജക്റ്റിനെ ഒരു ഫാസറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. ഇപ്പം നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ജോഗ്രഫിയെ കണക്ട് ചെയ്യുന്നു. അപ്പം ജോഗ്രഫി ആൻഡ് അഗ്രികൾച്ചർ വിത്ത് അതിനെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ എന്തായിട്ട് മാറുന്നു, ആ ഫാസറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അതൊരു കോമ്പൗണ്ട് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അവിടെയാണ് ലാമിനേഷൻ വരുന്നത്. അടുത്ത ഫിഷൻ എന്ന് പറഞ്ഞ ബേസിക് സബ്ജക്റ്റിനെ എന്താണ് വീണ്ടും സ്മോളർ സബ്ഡിവിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ബയോളജിയെ വീണ്ടും നമുക്ക് സുവോളജി എന്നും ബോട്ടണി എന്നും സ്പ്ലിറ്റ് ചെയ്യാം, അല്ലേ? അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഫിഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രണ്ടോ അതിലധികമോ പ്രൈമറി സബ്ജക്റ്റിനെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ കോമ്പൗണ്ട് സബ്ജക്റ്റാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള കേസാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം പ്രൈമറി സബ്ജക്റ്റിനകത്ത് ബയോളജി, കെമിസ്ട്രി അങ്ങനെയുള്ള രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് ഒരൊറ്റ സബ്ജക്റ്റ് ബയോ കെമിസ്ട്രി ആയിട്ട് മാറ്റുന്നു. അങ്ങനെ ഫോം ചെയ്യപ്പെടുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ടിങ് എസെൻഷ്യൽ എലമെന്റ് ഫ്രം എ ബ്രോഡർ ഓർ കോമ്പൗണ്ട് സബ്ജക്റ്റ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് സബ്ജക്റ്റിൽ നിന്ന് ആവശ്യമുള്ള എസെൻഷ്യൽ എലമെന്റിനെ മാത്രം വേർതിരിച്ചെടുക്കുന്നു. ഇപ്പം ബയോ കെമിസ്ട്രി എന്ന് ബയോളജിയെ മാത്രം വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അത് ഡിസ്റ്റിലേഷൻ ആണ്. അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇൻഡിവിജ്വൽ ഐറ്റംസിനെ എന്താണ് ഒരു ലാർജർ അല്ലെങ്കിൽ ഒരു മോർ യൂണിഫയബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അതാണ് അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം എന്താണ് ഇതിനെ വീണ്ടും ഇപ്പം നമുക്ക് ഇപ്പൊ ഹിസ്റ്ററി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഇതിനെല്ലാം നമ്മളൊരു ബ്രോഡർ ആയിട്ട് നമ്മൾ എവിടെ ഉൾപ്പെടുത്താം, നമ്മൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ ഉൾപ്പെടുത്താം. ഹ്യൂമാനിറ്റീസ്. അപ്പൊ അങ്ങനെ ഒരു ബ്രോഡർ ആയിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് ഈ സബ്ജക്റ്റുകൾ. ഇപ്പം ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ബ്രോഡർ ആയിട്ടുള്ളതിനകത്ത് നമുക്ക് എന്താണ്
അതിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്, അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇനിയും ക്ലസ്റ്റർ ഗ്രൂപ്പ്. ക്ലസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ആഹ്, ഒരേപോലെയുള്ള ഇൻഡിവിജ്വൽസിനെ എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യപ്പെടുന്നു, എന്നിട്ട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യപ്പെടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രത്യേകത, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകര്, അതുപോലെ തന്നെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകര്, പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകര്, ഇവരെ എല്ലാവരെയും ചേർത്തിട്ട് ഒരു ക്ലസ്റ്റർ ഫോം, ഇവരെല്ലാവരും ചേർന്ന് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പൊ അതൊരു ക്ലസ്റ്റർ ആണ്. പക്ഷെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവരൊരു ക്ലസ്റ്റർ ഫോം ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ. അടുത്ത ഇനിയും നോളജിന്റെ ഓർഗനൈസേഷൻ ആണ് അടുത്ത പറയുന്നത്. അപ്പൊ നോളജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് ഇൻഫർമേഷൻ ടു മേക്ക് ഇറ്റ് അക്സസിബിൾ ആൻഡ് യൂസേജ്. അപ്പം ഇൻഫർമേഷനെ അക്സസിബിൾ ആകാനും അത് യൂസബിൾ ആകാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് കൊടുക്കുന്നു, അതൊരു സ്ട്രക്ചർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു, ഒരു സ്ട്രക്ചറിങ് അതിന് കൊടുക്കുകയും ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, നോളജിനെ ഓർഗനൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ അറിയാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോർ ഓർഗനൈസിങ് ലൈബ്രറി മെറ്റീരിയൽസ്, അല്ലെ. അതായത് യൂസേഴ്സിന് ലൈബ്രറി മെറ്റീരിയൽസ് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെടാനും അത് ആ മെറ്റീരിയൽസ് ഈസി ആയിട്ട് വീണ്ടെടുക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ലൈബ്രറി മെറ്റീരിയൽസിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാനോൺസ് ആണ്. ക്യാനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മളിപ്പം ലൈബ്രറി സിസ്റ്റംസിന് അതിന്റെ പ്രോസസ്സിനും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യപ്പെടാനുണ്ട്. ഇപ്പം കാറ്റലോഗിങ്ങിന്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ കേസ് ആണെങ്കിലും അതിനെല്ലാം ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ റൂൾസിന് പറഞ്ഞ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം ഇപ്പൊ കാറ്റലോഗിങ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് പറയുന്നുണ്ട്, ചില പ്രിൻസിപ്പിൾസും ഇതിന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാനോൺസ് എന്ന് പറയുന്നത്. അടുത്ത ഇനിയും അതുപോലെ തന്നെ സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ, പിന്നെ ക്ലാസിഫിക്കേഷന്റെ തിയറീസ് സിലബസ് വരുന്നുണ്ട്. ദെൻ അടുത്ത വരുന്ന സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം. സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് വേ ടു ഓർഗനൈസ് ആൻഡ് ക്യാരക്ടറൈസ് ഇൻഫർമേഷൻ, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ യൂസേഴ്സ് ടു ഫൈൻഡ് ആൻഡ് റിട്രൈവ് റിസോഴ്സസ്. അതായത് റിസോഴ്സുകൾ ഫൈൻഡ് ചെയ്യാനും അതിനെ റിട്രൈവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ്, അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് വേയിൽ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. അതാണ് സിമ്പിൾ നോളജ് ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ഇനി വരുന്നതാണ് ടാക്സോണമി, അതുപോലെ തന്നെ ഫോക്സോനോമി എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമി എന്നുള്ളത് നോക്കാം. ടാക്സോണമി, ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും കാറ്റഗറൈസ് ചെയ്ത് അതിനെ വീണ്ടും ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു കാറ്റഗറൈസ് ചെയ്ത് മാത്രം പോരാ, വീണ്ടും അതിനെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യുകയും കൂടെ വേണം. അവിടെയാണെന്ന് പറഞ്ഞാൽ ടാക്സോണമി വരുന്നത്. അപ്പൊ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫീൽഡിൽ ടാക്സോണമി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് ലൈബ്രറി മെറ്റീരിയൽ ക്ലാസിഫൈ ചെയ്യുന്ന കേസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ബുക്ക്, മാഗസിൻ, ആർട്ടിക്കിൾ അങ്ങനെയുള്ള ലൈബ്രറി മെറ്റീരിയൽ ക്ലാസിഫൈ ചെയ്യുന്ന കേസിലാണ് എന്താണ് ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ടാക്സോണമി യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ ഓരോ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്ത് വീണ്ടും ഓർഗനൈസ് ചെയ്യുന്നതിനാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് ഫോക്സോനോമി എന്ന് പറയുന്നത്. എന്താണ് ഫോക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് യൂസർ ജനറേറ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വെർ ഇൻഡിവിജ്വൽ ഫ്രീലി അസൈൻ ടാഗ്സ് ഓർ കീവേഡ്സ് ടു ഓൺലൈൻ കണ്ടന്റ് ടു മേക്ക് ഇറ്റ് മോർ ഈസിലി സെർച്ചബിൾ ആൻഡ് ഡിസ്കവറബിൾ.
അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം ഒരാള് ഓൺലൈൻ കണ്ടന്റ് സെർച്ച് ചെയ്യുകയാണ്. ഓൺലൈൻ കണ്ടന്റ് സെർച്ച് ചെയ്യുമ്പം അതിനെ ഈസിലി സെർച്ചബിൾ ആകാനും അത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടാനും എന്ത് ചെയ്യാം, അതിനൊരു കീവേഡ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കീവേഡ് കൊടുക്കുന്നതിന്, അതായത് ആ യൂസറിന് തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനും അത് ഡിസ്കവർ ചെയ്യപ്പെടാനും ആ ഒരു ഓൺലൈൻ കണ്ടന്റ് അങ്ങനെ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോക്സോണമി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സിലബസിൽ വരുന്ന ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് മാപ്പിംഗ് ഓഫ് സബ്ജക്ട്സ് ഇൻ ലൈബ്രറി ക്ലാസിഫിക്കേഷൻ സ്കീംസ്. എന്താണ് മാപ്പിംഗ് ഓഫ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോളജിനെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. എന്തിനാണ്? ലൈബ്രറി മെറ്റീരിയൽ ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യപ്പെടാനും. അങ്ങനെയുള്ള ഇതിനാണ് എന്തെന്ന് പറയുന്നത് ഈ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഇനി അതിനകത്ത് പറയുന്ന മാപ്പിംഗ് ഓഫ് സബ്ജക്ട് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ സ്കീംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അല്ല, അങ്ങനെയുള്ള ലൈബ്രറി ക്ലാസിഫിക്കേഷൻ സ്കീംസ് വരുന്നതാണ് ഏതൊക്കെയാണ്? DDC, UDC, CC എന്നിവ അല്ലെ. DDC മെൽവിൽ ഡ്യൂയി ആണ് ഡ്യൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം 1873 അത് മെൽവിൽ ഡ്യൂയി അത് കൺസീവ് ചെയ്യപ്പെട്ടു. ദെൻ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ട 1876 അതുപോലെ തന്നെ UDC കണ്ടുപിടിച്ച പോൾ ഓട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഹെൻറി ലാ ഫോണ്ടെയിൻ, അവർ രണ്ടുപേരും ചേർന്നാണ് CC. ആരാണ്? SR രംഗനാഥനാണ് കണ്ടുപിടിച്ചത്. അടുത്ത ഇനിയും വരുന്നതാണ് നാലാമത്തെ പോർഷൻ, അത് നോളജ് ഓർഗനൈസേഷൻ കാറ്റലോഗിങ്ങിന്റെ കേസ് വരുന്നത്. കാറ്റലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മെറ്റാഡേറ്റയാണ്. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റ എബൌട്ട് ഡേറ്റ അല്ലെ. വീണ്ടും ഡേറ്റയ്ക്കകത്ത് വീണ്ടും ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് മെറ്റാഡേറ്റ റെപ്രസെന്റേറ്റിംഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് സച്ച് ആസ് ബുക്സ്, സൗണ്ട് റെക്കോർഡിംഗ്സ്, മൂവിംഗ് ഇമേജ്. അപ്പം ബുക്കും സൗണ്ട് റെക്കോർഡിംഗ്സ്, മൂവിംഗ് ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു മെറ്റാഡേറ്റ അവിടെ ക്രിയേറ്റ് ചെയ്യുക, ഡേറ്റ എബൌട്ട് ഡേറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് കാറ്റലോഗിങ് വഴി. അടുത്തതിന് കാനോൺസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഏതാണ് ഈ പറയുന്ന കാറ്റലോഗിനുണ്ട്, ക്ലാസിഫിക്കേഷനും ഉണ്ട്, കാനോൺസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഇനിയും സെൻട്രലൈസ്ഡ് ആൻഡ് കോഓപ്പറേറ്റീവ് കാറ്റലോഗ്. സെൻട്രലൈസ്ഡ് കാറ്റലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സെൻട്രൽ ഏജൻസി അതിനുണ്ടായിരിക്കും. അതായത് മൾട്ടിപ്പിൾ ലൈബ്രറീസിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഏജൻസി ഓഫ് കാറ്റലോഗിങ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് സെൻട്രലൈസ്ഡ് കാറ്റലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കോഓപ്പറേറ്റീവ് കാറ്റലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈബ്രറീസ് വർക്ക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുമായിരിക്കും ചെയ്യുന്നത്. അവിടെയാണ് കോഓപ്പറേറ്റീവ് കാറ്റലോഗിങ് വരുന്നത്. അടുത്ത ഇനി സിലബസിനകത്ത് വരുന്ന ലൈബ്രറി കാറ്റലോഗിങ് കോഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? CCC വരുന്നുണ്ട്, AACR2 വരുന്നുണ്ട്. അതിനകത്ത് AACR2 എന്ന് പറഞ്ഞാൽ ആംഗ്ലോ അമേരിക്കൻ കാറ്റലോഗിങ് റൂൾസ് അതിന്റെ സെക്കൻഡ് എഡിഷൻ ആണ്. ആംഗ്ലോ അമേരിക്കൻ കാറ്റലോഗിങ് റൂൾസ് അതിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് AACR2. അതാണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ട് ഉള്ള ഒരു കോഡാണ്, കാറ്റലോഗിങ്ങിന്റെ കോഡാണ്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലും ബ്രിട്ടനിലുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് കാറ്റലോഗിങ്ങിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്റ്റീവ് കാറ്റലോഗിങ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ഈ AACR2-ൽ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാറ്റലോഗിങ് കോഡാണ് ക്ലാസിഫൈഡ് കാറ്റലോഗിങ് കോഡ്. അത് ഡെവലപ്പ് ചെയ്ത SR രംഗനാഥനാണ്. അതുപോലെ തന്നെ എന്താണ് ലൈബ്രറി മെറ്റീരിയൽ ഒരു ക്ലാസിഫൈഡ് സിസ്റ്റത്തിൽ ഓർഗനൈസ് ചെയ്യപ്പെടാനായിട്ട് എങ്ങനെയാണെന്നുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ കോളം ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് എന്താണ് ഈ CCC ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈഡ് കാറ്റലോഗിങ് കോഡ് എന്നുള്ള കാറ്റലോഗിങ് ചെയ്യുന്നത്. അടുത്ത ഇനിയും സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ് ഫോർമാറ്റ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പം നമ്മൾ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്സിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ്? ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ഇന്റർചേഞ്ചിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് അതെങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ മെറ്റാഡേറ്റയ്ക്കും കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 5, 6, 7 സിലബസിനകത്ത് പറയുന്നത്. സിലബസിനകത്ത് 5, 6, 7 പോർഷൻസ് പറയുന്നത്. നമ്മൾ ആദ്യം 5-നകത്ത് നോക്കാം. സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ് ഫോർമാറ്റ്സ് ആൻഡ്